ഹായ് ഓൺ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈകോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ഒരു പാറ്റേൺ വരുന്നത്. ഇതിന്റെ സെന്റർ പോർഷനിൽ മിഡിൽ പോർഷനിൽ ഇതുപോലെ ഒരു മെറൂൺ ഷെയ്ഡിന്റെയും ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡിന്റെയും ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ്. നിങ്ങൾക്ക് അത് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഒരു ബ്ലെൻഡഡ് ഷെയ്ഡാണ് വരുന്നത്. ഡബിൾ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട് രണ്ട് ഷെയ്ഡിൻ്റെയും കൂടെ. അതേസമയം ഇത് വരുമ്പോൾ ബോർഡർ വരുമ്പം മെറൂൺ ഷെയ്ഡ് മാത്രമായിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ബോർഡർ വരുമ്പോൾ സിംഗിൾ ആയിട്ടാണ് വരുന്നത്. ബോഡിയിലേക്ക് വരുമ്പോഴേക്കും ഡബിൾ ഷെയ്ഡുമായിട്ടാണ് വരുന്നത്. സാരിയിൽ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ ഒരു ത്രെഡിൻ്റെ ഒരു പാറ്റേൺ ആണ് പോകുന്നത്. ജെറി വർക്ക് അല്ല വരുന്നത്, ത്രെഡാണ് പോകുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു വീവിങ് പോകുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ഇതെല്ലാം ത്രെഡിന്റെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള വീവിംഗ് ആണ് പോകുന്നത്. ഇതുപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ആ ഒരു സെയിം വീവിംഗ് തന്നെ ബ്ലൗസ് പീസിൽ നമുക്ക് ബോർഡർ ആയിട്ട് കൊടുക്കാൻ പറ്റും. സാരിയുടെ പ്രൈസ് വരുന്നത് 698 ആണ് കേട്ടോ. ഒരു ബജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ കളേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ അതിനകത്ത് ബ്ലെൻഡ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത്രമാത്രം ക്ലിയർ ആയിരിക്കില്ല. ബ്ലെൻഡഡ് ഷെയ്ഡായിട്ടാണ് വരുന്നത്. ബോർഡർ രണ്ടും പ്ലെയിൻ ആയിട്ടും ഓണിയൻ പിങ്ക് ഷെയ്ഡിലേക്ക്. അതിൽ വരുന്ന പാറ്റേൺ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. രണ്ട് ഡിസൈനിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇതാണ് ബോഡിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്കാറ്റേഡ് ആയിട്ട് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ. എങ്ങനെയാണ് മുന്താണി വരുന്നത്? ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ വരുന്നത്. ബോർഡർ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. കാരണം ഒന്നൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ബോർഡർ കൊടുക്കുന്നത്. ചെറിയൊരു കളർ ചേഞ്ച് അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പ്യുവർ സിൽക്കിലൊക്കെ ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള സെയിം കളറിൽ തന്നെ ഒരു ബോർഡർ മാത്രം ഒന്ന് ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ട് ഇതുപോലെ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ആ ഒരു പ്യുവർ സിൽക്കിലും വരുന്നുണ്ട്. ബോഡിയിലെ പാറ്റേൺ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതുപോലെ പ്രൈസ് സെയിം ആണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു വാടാമുല്ല ഷെയ്ഡാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരും. ബോഡിയിലേക്ക് വരുമ്പോൾ ഒരു ഗോൾഡൻ കളർ ത്രെഡും കൂടെ, ഗോൾഡൻ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ ഷെയ്ഡിന്റെ ഒരു ത്രെഡും കൂടെ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ബോർഡർ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ബോഡിയിലേക്ക് ആ രണ്ട് ഡബിൾ ഷെയ്ഡുകൾ വരുന്നുണ്ട്. ഇതാണ് സാരി വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതിന്റെ സെന്ററിൽ ആ ഒരു ഡബിൾ ഷെയ്ഡിലേക്ക് വരുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒലിവ് ഗ്രീൻ ഷെയ്ഡും കൂടെ ഒന്ന് ബ്ലെൻഡ് ആയിട്ട് ഇതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. സെന്റർ പോർഷനിൽ ബോർഡറിൽ രണ്ടിടത്തും പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് തന്നെ വരുന്നു. പാറ്റേൺ അത് സെയിം തന്നെയാണ്. ബോർഡറിലും വരുന്നുണ്ട്, ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു പാറ്റേൺ കൊടുക്കുന്നുണ്ട്. ഹെവി ആയിട്ട് തന്നെ ആ ഒരു വീവിംഗ് ത്രെഡിന്റെ മുന്താണിയിൽ പോകുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു വാടാമുല ഷെയ്ഡ് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതിലും ഡിഫറെന്റ് ആയിട്ട് ഇതിനകത്ത് ഒരു കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് ആ ഒരു ബ്ലെൻഡഡ് കളർ വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു പിക്കപ്പ് ബ്ലൂ ഷെയ്ഡിലേക്കാണ്. നമ്മൾ ആദ്യം കണ്ടത് എനിക്ക് തോന്നുന്നു ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്കായിരുന്നു. ആ ഒരു ഡിഫറൻസ് ആണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ചെറിയ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് അടുക്കി കുത്തിയൊക്കെ വെച്ചാൽ നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബോഡി പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തതാണ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. ചെറിയൊരു സെപ്പറേഷൻ ആ ഒരു ബോർഡറിൽ ഇതിനകത്തും വരുന്നുണ്ട്. ചെറിയൊരു ആഷ് കളറിന്റെ ഒരു ബ്ലെൻഡ് ആ ഒരു കോമ്പിനേഷനും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. പാറ്റേൺ എല്ലാം സെയിം തന്നെയായിട്ട് വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ ത്രെഡിന്റെ വീവിംഗ് ആണ് കേട്ടോ ഇത് പോകുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിന്റെ ത്രെഡും കൂടെ ബ്ലെൻഡ് ആയിട്ട് കയറി വരുന്നുണ്ട്. അതിൻ്റെയാണ് ആ ഒരു സെപ്പറേഷൻ വരുന്നത്. നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ചില കളറിലൊക്കെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് സെൻറ്ററിൽ വരുന്നു. രണ്ട് ബോർഡറിലും പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്കും വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലേക്കാണ്. ഇതിനകത്തും ബോഡിയിലേക്ക് വരുമ്പോൾ ബ്ലെൻഡഡ് ഷെയ്ഡ് വരുന്നുണ്ട്. നല്ലൊരു
ഗ്രീൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഗോൾഡൻ ഷെയ്ഡിനോടൊക്കെ ഒരു മാച്ച് ചെയ്യുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് കയറി വന്നത്. നിങ്ങൾക്ക് അത് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, ബട്ട് നല്ല രസമാണ് അത് കാണാനായിട്ട്. ബോർഡറിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് ആ ഒരു പേർപ്പിൾ ഷെയ്ഡ്, ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിൽ വരുന്നു. പാറ്റേൺ സെയിം ആയിട്ട് തന്നെ വേണം വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലേക്കാണ്. ഇതിനകത്തും ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന ഒരു പിക്കോക്ക് ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. അങ്ങനെ എന്താ പറയാ, നമുക്ക് അങ്ങനെ ആ ഒരു കളർ ഷെയ്ഡ് ഇങ്ങനെ മാത്രമല്ല വരുന്നത്, ഈ ഒരു വൈൻ ഷെയ്ഡിന്റെ കൂടെ ബ്ലെൻഡ് ആയിട്ടാണ് ആ ഒരു പിക്കോക്ക് ബ്ലൂ കൂടെ വരുന്നത്. നല്ലൊരു രസമാണ് കേട്ടോ കണ്ടത്. നമുക്ക് ആ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് രണ്ട് കളറുകൾ കൂടുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. രണ്ട് ബോർഡേഴ്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ആ ഒരു സെയിം പ്ലെയിൻ കളറിലേക്ക് വരുന്നു. എങ്ങനെയാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെ വേണം. മുന്താണി വരുന്നത് ഇതുപോലെ, ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. റണ്ണിങ് ആയിട്ട് തന്നെയാണ് ആ ഒരു ബോഡി ഭാഗം വരുന്നത് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 698 ആണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.